ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഓണമൊക്കെ അല്ലേ, നമുക്കും അച്ചാറൊക്കെ തയ്യാറാക്കാവേ. ഇന്ന് ഞാൻ 2 അച്ചാറിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. വെളുത്തുള്ളി അച്ചാറും പപ്പായ അച്ചാറും. മിസ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണണേ, വേണ്ട സപ്പോർട്ടും ചെയ്യണേ. 250 ഗ്രാം വെള്ളുള്ളിയാണ് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നത്. അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ഒരു ചൂടായ പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് 3 പച്ചമുളക് നട്ടിട്ടുണ്ട്. ഇഞ്ചി പൊടിഞ്ഞക്കരിഞ്ഞത്, കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റാം. മുളക് ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കായപ്പൊടി, ഒരു ടീസ്പൂൺ ഉലുവാപ്പൊടി കൊണ്ടിടാം. ഉലുവ വറുത്ത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. നമ്മുടെ പൊടികളൊക്കെ നമ്മൾ വാട്ടുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം വാട്ടാൻ, അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോകും. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിതിലൊരു 1 ടീസ്പൂൺ ഉപ്പിടുന്നില്ല. ആദ്യം കുറച്ചിട്ടിട്ട് ഒരു 3/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഇനി ഇടാം. അച്ചാറിന് വെച്ചാൽ ഉപ്പ് മുന്നിൽ നിൽക്കണമല്ലോ. ഇത് ഒരുപാട് വേകേണ്ടതില്ല. 2 സൈസിൽ വെള്ളുള്ളി അച്ചാർ ഉണ്ടാക്കാൻ പറ്റും. ആവിക്ക് വെച്ചിട്ടും വെള്ളുള്ളിയൊക്കെ ആവിക്ക് വെച്ച് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഏത് രൂപത്തിൽ വേണേലും നമുക്ക് തയ്യാറാക്കാം. വെള്ളുള്ളി അച്ചാർ എത്ര നാൾ വേണമെങ്കിലും കേടാകാതെ ഇരിക്കും. ഇത് നമ്മൾ ഒരു കുപ്പിയിൽ, നനവില്ലാത്തൊരു കുപ്പിയിലാക്കിയിട്ട് ഒരു 2 ദിവസം ഒന്ന് വെയിലത്ത് വയ്ക്കണം. വെയിലത്ത് വെച്ചാൽ ഈ അച്ചാർ കേടാവില്ല. പിന്നെ നനഞ്ഞ സ്പൂൺ ഇടാതെ നനവ് തട്ടാതെ സൂക്ഷിച്ചാൽ മാത്രം മതി. എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. നല്ല ഗുണങ്ങൾ അതിലുള്ളതാണ് വെളുത്തുള്ളിക്കൊക്കെ. ഞാൻ വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഒരു കപ്പിന് 1/2 കപ്പ്. നമ്മുടെ അച്ചാറ് ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം.
ഞാനിതിലേക്ക് ഇടുന്നത് അര ടീസ്പൂൺ ബ്രൗൺ ഷുഗറാണ്. ഇത് പഞ്ചസാര വേണേലിടാം, ശർക്കര വേണേലിടാം, എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അതിടാം. ഞാനിപ്പോൾ ബ്രൗൺ ഷുഗർ ഇട്ടെന്നേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഈ വെളുത്തുള്ളിക്ക് ഒരു കുത്തലുണ്ടല്ലോ, അത് പോയി കിട്ടാൻ വേണ്ടിയാണ് ഈ മധുരം ചേർക്കുന്നത്. നമ്മുടെ വെളുത്തുള്ളി അച്ചാർ തയ്യാറായ. ഓണമൊക്കെ അല്ലേ, നമുക്ക് കുറച്ച് അച്ചാറുകളൊക്കെ വേണമല്ലോ. നമ്മളിങ്ങനെ ഓരോ അച്ചാറുകളായിട്ട് തയ്യാറാക്കാം. നെല്ലിക്കയുടെയൊക്കെ മുമ്പ് ഇട്ടിട്ടുണ്ട്, നാരങ്ങയുടെ ഇട്ടിട്ടുണ്ട്, വെള്ളുള്ളിയുടെ ആദ്യമായിട്ടാണ്. ഈ വീഡിയോ മിസ്സാകാതെ നിങ്ങൾ കാണണേ. നമ്മുടെ വെളുത്തുള്ളി അച്ചാർ തയ്യാറായിട്ടുണ്ട്. വെളുത്തുള്ളി അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടല്ലോ അല്ലേ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് വെളുത്തുള്ളി അച്ചാർ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ. ഇതേപോലെ ഒരു പപ്പായയാണ് ഞാൻ അച്ചാറിടാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. തോല് മുഴുവൻ, നമ്മുടെ പപ്പായയുടെ തോല് മുഴുവൻ ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പപ്പായ തോലെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഈ ഒരു വലിപ്പത്തിൽ ഇതുപോലെ വേണം കട്ട് ചെയ്യാൻ അച്ചാറിനെ. ഒരുപാട് കനമൊന്നും വേണ്ട, എന്നാൽ തീരെ കനം കുറയ്ക്കുകയും വേണ്ട. പപ്പായ മുഴുവനും ഈ വലിപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം ഇതേപോലെ ചെറുതായിട്ട്. ഇനി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് വെള്ളുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളക്. ഇനിയും ചൂടായ പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം, എന്നാലും നല്ലെണ്ണയാണ് നല്ലത്. ചൂടായ എണ്ണയിലേക്ക് ചെറിയൊരു കഷ്ണം കായമാണ് ആദ്യം ഇടുന്നത്. അത് നമുക്കൊന്ന് വറുത്ത് കോരാം. കായം നന്നായിട്ട് മൂത്തിട്ടുണ്ട്, നമുക്കിതിനെ മാറ്റി വയ്ക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെള്ളുള്ളിയും വഴറ്റാം. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റാം. ഈ പൊടികൾ ചേർക്കാം. 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പപ്പായ ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിടാം. പാകത്തിന് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഒരു 1/4 കപ്പ് വിനീഗറാണ് ഈ ഒഴിക്കുന്നത്. വിനീഗർ ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന കായം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം.
ഒരു 3/4 വേവാകുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കണം. ഒരുപാട് വെന്ത് പോകണ്ട. ഇനി ആവിക്ക് കുറച്ചും കൂടി വേകും. ഒത്തിരി വെന്താൽ ഒരു രസം ഉണ്ടാവില്ല. നമ്മുടെ പപ്പായ അച്ചാർ തയ്യാറായേ. ഇത് നന്നായിട്ട് ഇപ്പോൾ തണുത്ത് ഒരു കുപ്പിയിലേക്ക് നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്കിനി ഇതൊരു നനവൊന്നും ഇല്ലാതെ വെള്ളമയമൊക്കെ തുടച്ച ഒരു കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കാം. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വിഭവമാണ് ഈ പപ്പായ എന്ന് പറയുന്നത്. ഇതിപ്പോൾ അച്ചാർ മാത്രമല്ല, നമുക്ക് പല കറികളും വയ്ക്കാം. നല്ല ഗുണങ്ങളുണ്ട്. അച്ചാറിട്ട് വെച്ചാൽ നമ്മൾ നനവ് തട്ടാതെ സൂക്ഷിക്കണമെന്നേ ഉള്ളൂ. എത്ര നാൾ വേണേലും കേടാകാതെ ഇരിക്കുകയും ചെയ്യും. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും കേടാകാതെ. പപ്പായ അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവിധ സപ്പോർട്ടും ചെയ്യണേ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.